സുഹൃത്തുക്കളെ, നമ്മളെ തോണി പൊക്കിയ വെച്ച തോണിയെ ഇനി കമ്മിറ്റിയൊക്കെ ഉള്ള പരിപാടിയിലാണ്. അപ്പം ചാലിത്ത് നിന്ന് 2 കലാസികൾ വന്നതാണ്. അപ്പോൾ ഓരോ കൂടെ നമ്മളെല്ലാവരും പാടെ കൂടി നിന്ന് കൊടുത്തിട്ട് സഹായിക്കാനുള്ള പരിപാടിയായിട്ടിത്. ഇപ്പോൾ കലാസികൾ ചെയിൻ ബ്ലോക്കൊക്കെ ഒരു ഭാഗത്ത് മാറ്റി സെറ്റാക്കി വെച്ചിന്. ഓരോ കൂടെ നിന്ന് കൊടുത്തിട്ട് ഇത് തോണി എങ്ങനെയൊന്ന് കമ്മിറ്റി വെക്കണമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയിലാണ്. കലാസികൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിന്. നമ്മളെ സുഹൃത്ത് സന്തോഷമാണ് ഇപ്പോൾ ചെയിൻ ബ്ലോക്കൊക്കെ വലിക്കുന്നത്. പഴയ കലാശി ഞാൻ തോന്നുന്നുണ്ടായി. ഇവർ രണ്ടാളാട്ടോ ചാലിത്ത് നിന്ന് വന്ന ടീം. ഇവർ രണ്ടാളാണ് ഇതിൻ്റെ പണീൻ്റെ ഫുൾ നേതൃത്വം. ഇവർ രണ്ടാളാണ്. നമ്മളെല്ലാവരും ഓലെ കൂടെ നിന്ന് കൊടുക്കണമെന്നുള്ളൂ. ഇവരിപ്പോൾ ഇപ്പുറത്തൊരു ഡബിൾ പുള്ളി സെറ്റ് ചെയ്യാണ്. കാരണം ചെയിൻ ബ്ലോക്കിന് അപ്പുറത്തുനിന്ന് വലിച്ച് പൊന്തുമ്പോഴേ ചിലപ്പം തോണി ഒറ്റയടിക്ക് കമ്മിന്നടിച്ച് പോകും. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ റോപ്പൊക്കെ ഇട്ട് കണ്ട് അതിന് കെട്ടി സെറ്റാക്കിയതാണ്. പുറത്തുനിന്ന് തോണി കണ്ടോ ചെയിൻ ബ്ലോക്കിനെ വലിച്ച് പൊന്തിക്കുന്നുണ്ട് കേട്ടോ. പൊക്കണതിനനുസരിച്ച് അവിടെ റോപ്പ് റിലീസാക്കി കൊടുത്താൽ തോണി താനേ ചെരിഞ്ഞിങ്ങനെ വരും. ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, തോണി ഏകദേശം പകുതി ചെരിഞ്ഞ് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. റോപ്പിൻ്റെ തലക്കിൽ അപ്പുറത്തൊരു ടീമുണ്ട്, ഇപ്പുറത്ത് വേറൊരു ടീമുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ മലയാളിയാണ് ഇട്ടത് കാക്ക. മൂപ്പരാണ് ഇതിൻ്റെ ഫുൾ നേതൃത്വം മാത്രമല്ല, മൂപ്പരാണ് ഈ തോണീൻ്റെ ഓണർ. അപ്പോൾ തോണി ഏതായാലും ഒരു ഭാഗം ചെരിഞ്ഞ് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ ആരും മിസ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കണ്ടോളി. തോണി കമിഴ്ന്ന് സെറ്റാവണ വരെ കാണണം കേട്ടോ നിങ്ങൾ. പിന്നെ കാണുന്നതിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് നമ്മളെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞാണ്ട് ചെയ്യുക, ഫോളോ ചെയ്യണം കേട്ടോ എല്ലാവരും. തോണി ശരിക്കും കമിഴ്ന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ കുറേ അങ്ങോട്ട് ഉള്ളോട്ട് തള്ളി വെക്കണം. അപ്പോൾ കേട്ടോ റിസ്ക്കുള്ള പണിയാണ് ഇതൊക്കെ. എന്നാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും നമ്മൾ ഇതൊന്ന് ഫിനിഷാക്കി കൊടുക്കണമല്ലോ. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇത്തിരി ഭാഗമായിരുന്നു. ഇനി ആ ഭാഗം ഒന്നും ഇങ്ങോട്ട് ശരിയാണ്ട് അത് ചെരിഞ്ഞ് താന്ന് കഴിഞ്ഞിട്ട് വേണം അത് ഹൈറ്റിലൊന്നും കൂടെ പൊക്കി വെക്കണം. കാരണം ഇതിൻ്റെ കൊമ്പ് രണ്ടും നിലത്ത് തൊട്ടാനും പാടില്ല. അപ്പോൾ ആ പണിയും കൂടി ഇതിൻ്റെ ഇടയിൽ ചെയ്യാണ്ട്. അത് കമിഴ്ന്ന് നിന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വർക്ക് വളരെ ശ്രദ്ധിച്ചെടുക്കും വേണം. ഇത് അങ്ങോട്ടും കൊണ്ടൊക്കെ പോയാൽ നമ്മൾ അതിനുള്ളിൽ പോവേ. എന്തായാലും ഏകദേശമൊക്കെ ഒന്ന് ഫിനിഷായി താന്ന് കിടന്നു കേട്ടോ. തോണി ഏകദേശം കമിഴ്ന്ന് സെറ്റായിണ്. ഉണ്ടോ, കൊമ്പിൻ്റെ ഭാഗം നമ്മൾ കുറച്ച് മണ്ണാണ്ട് കുഴിച്ചെടുത്തിന്. കൊമ്പ് നിലം തട്ടാത്ത രൂപത്തിലേ ബാക്കിയുള്ള ഭാഗമൊക്കെ സെറ്റായിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് ഫൈബർ ചെയ്യുന്ന വീഡിയോ ആണ്. ആ ഫൈബർ ചെയ്യുന്ന മുമ്പ് വിട്ടരുണ്ട്. അതിനെ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഇത് മലർത്തി സെറ്റാക്കാണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ എണ്ണ തേച്ചിട്ട് തോണി നീറ്റിൽ